ദേവേട്ടൻ എന്തിനാ എൻ്റെ കൂടെ വരുന്നത്? അവിടെ നിനക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പം നീ തനിച്ചു പോണ്ട, ഞാനും കൂടെ വരാം. അത് വേണ്ട, ഇവിടെ രവിയേട്ടന് വയ്യാത്തതല്ലേ. പിന്നെ ബിസിനസ് കാര്യങ്ങളും നോക്കണം. എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നത്? എൻ്റെ ബുദ്ധിമുട്ടൊന്നും നീ നോക്കണ്ട. നിനക്ക് അവിടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുത്. അതെൻ്റെ നാടല്ലേ, എനിക്കവിടെ എന്ത് ബുദ്ധിമുട്ടുണ്ടാകാനാ? തനിച്ചു പോകാൻ നീ ഇത്രയും ഭയക്കുന്നുണ്ടെങ്കിൽ നിന്നെ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും അവിടെ ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് രാജേശ്വരി അമ്മയെ പേടിയാ. മറ്റൊന്നും എനിക്ക് പേടിയില്ല. അതുകൊണ്ട് ദേവേട്ടൻ വരണമെന്നില്ല. രാജേശ്വരി അമ്മയോ? അവരെന്തിനാ നീ പേടിക്കുന്നത്? രവി ചോദിച്ചു. ആ അത് അത് ഗൗരി വാക്കുകൾക്ക് വേണ്ടി വിൽക്കുന്നത് കണ്ട് ദേവൻ പറഞ്ഞു. അവര് കുറച്ച് ഡേഞ്ചറാ അല്ലേ ഗൗരി? ആ. എങ്കിൽ നീ തനിച്ചു പോണ്ട, സാറും കൂടെ വരട്ടെ. അതെ മോളെ, അവിടെ ബുദ്ധിമുട്ട് വല്ലതുണ്ടായ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? കുഞ്ഞു കൂടെ വന്നോട്ടെ. അല്ല രാമേട്ടാ, ഓഫീസിൽ ദേവേട്ടൻ ഇല്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ രവിയേട്ടന് വയ്യാത്തതുകൊണ്ട് എന്തെങ്കിലും വേണമെങ്കിൽ രാമേട്ടൻ ബുദ്ധിമുട്ടി പുറത്തു പോകണ്ടേ? രാമേട്ടന് പുറത്തു പോവാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. വണ്ടി വിളിച്ചു പോയിക്കോളും. നീ സമയം കളയാതെ വന്ന് കാറിൽ കയറ്. അല്ല, അവിടെ ചെന്ന് കല്യാണം കഴിഞ്ഞോന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുക? അവൾ മടിയോടെ ചോദിച്ചു. കഴിഞ്ഞെന്ന് പറയണം, രവി പറഞ്ഞു. അയ്യോ, അത് ശരിയാവില്ല. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം, നീ വാ. അവൾ നിസ്സഹായയായി ദേവന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു. നോക്കി നിൽക്കാതെ വാ. അല്ല, ഞാൻ മറന്നു, വേറൊരു ബാഗ് കൂടി എടുക്കാനുണ്ട്. അതല്ലേ ഞാൻ നേരത്തെ ചോദിച്ചത്. 3-4 ദിവസം നിൽക്കാനുള്ളതല്ലേ, ഈ ചെറിയ ബാഗ് മതിയോന്ന്? ബാഗ് ആക്കി വെച്ചിട്ടുണ്ട്, ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ഗൗരി റൂമിലേക്ക് പോയി. റൂമിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ട് അവൾ മന്ത്രിച്ചു. മഹാദേവ, എന്തിനാ നീ ഇങ്ങനെ എന്നെ കഷ്ടപ്പെടുത്തുന്നത്? ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? ദേവേട്ടന് എൻ്റെ കൂടെ വന്ന അവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയും. ദേവേട്ടൻ്റെ മുന്നിലും ഞാൻ നാണം കെടുമല്ലോ. പോകാതിരിക്കാൻ എന്താ ഒരു വഴി? തല ചുറ്റുന്നു എന്ന് പറഞ്ഞാലോ? അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് പോവാന്ന് പറയും. പൂജ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞാലോ? എന്തുകൊണ്ട് പൂജ ക്യാൻസൽ ചെയ്തു എന്ന് ചോദിക്കും. എന്ത് കാരണം പറയും? ഗൗരിയുടെ റൂമിൻ്റെ ഡോറിൽ മുട്ടി ദേവൻ വിളിച്ചു. ഗൗരി, വേഗം വാ. പോകാതെ ഒരു നിവർത്തിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കബോർഡിനരികിൽ ചെന്ന് അത് തുറന്ന് ദേഷ്യവും സങ്കടവും സഹിക്കവയ്യാതെ കരഞ്ഞുകൊണ്ട് കൊണ്ടുപോകാനുള്ള ഡ്രസ്സുകളെല്ലാം ബാഗിൽ നിറച്ചു. കോൾ വന്ന് ദേവൻ ഫോണുമായി പുറത്തേക്കിറങ്ങി. കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ എന്ന് പറഞ്ഞപ്പോൾ ദീപ പറഞ്ഞു. ദേവ, ഇന്ന് ഞാൻ ഓഫീസിലേക്ക് ഉണ്ടാവില്ല. എന്തു പറ്റിയെടുത്തി? സുഖല്ലേ? ഹോസ്പിറ്റലിൽ പോണോ? അതൊന്നുമല്ല, എനിക്ക് ഇവിടെ കുറച്ച് പണിയുണ്ട്. ഏട്ടത്തി ഇന്ന് മാത്രമല്ലേ പോകാത്തതുള്ളൂ? നാളെ പോവുമല്ലോ അല്ലേ? ഞാൻ കുറച്ച് ദിവസം ഓഫീസിലുണ്ടാവില്ല. എന്തു പറ്റി ദേവ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഒരിടം വരെ പോകാനുണ്ട്. എവിടേക്കാ? തനിച്ചാണോ? ഭരതൻ്റെ അടുത്തേക്കൊന്നും അല്ലല്ലോ. അല്ല ഏട്ടത്തി, മറ്റൊരിടത്തേക്കാ. അർജൻറ്റാണോ ദേവ? രവി കൂടെ ഇല്ലാതെ? എനിക്ക് കുഴപ്പമൊന്നുമില്ല ഏട്ടത്തി. ഏട്ടത്തി പേടിക്കണ്ട, സേഫായ ഒരിടത്തേക്കാണ് പോകുന്നത്. എങ്കിലും സൂക്ഷിക്കണേ ദേവ. ഗൗരി ബാഗുമായി പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ട് ദേവൻ ദീപയോട് പറഞ്ഞു. ശരി, ഞാൻ പിന്നെ വിളിക്കാം. കോൾ കട്ട് ചെയ്ത് ദേവൻ കാറിൻ്റെ അടുത്ത് വന്ന് ഗൗരിയുടെ ബാഗ് വയ്ക്കാനായി ഡിക്കി തുറന്നു കൊടുത്തു. അതിൽ ദേവൻ്റെ ബാഗ് ഇരിക്കുന്നത് കണ്ട് അവൾക്ക് അവൻ കൂടെ ചെല്ലുന്നുണ്ടെന്ന് ഉറപ്പായി. രവിയോടും രാമേട്ടനോടും യാത്ര പറഞ്ഞ് അവർ കാറിൽ കയറാൻ തുടങ്ങിയപ്പോൾ രവി പറഞ്ഞു. ഹാപ്പി ജേണി. അവർ മഹേന്ദ്രത്തിൽ നിന്ന് പുറപ്പെട്ടു. കാറിൽ ഗൗരി മിണ്ടാതെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് ദേവൻ ചോദിച്ചു. നീ ഹാപ്പി അല്ലല്ലോ, എന്തു പറ്റി? എന്നെ മനുവണ്ട എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ടാണോ? ഏയ്, അതൊന്നുമല്ല. പിന്നെ? അവിടെ ചെന്ന് എന്തൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ, അതിൻ്റെ ഒരു പേടി. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എന്തിനും ഞാൻ കൂടെ ഉണ്ടാകും. അവൾ അവൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് മനസ്സിൽ ചിന്തിച്ചു. അത് തന്നെ എൻ്റെ പേടി. എന്നെക്കുറിച്ച് ദേവേട്ടൻ കൂടുതലായി അറിയാൻ പോകുന്നു. എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ എന്നെ വെറുക്കുമോ? അതോ സത്യം മനസ്സിലാക്കി എന്നെ വിശ്വസിക്കുമോ? കുറേ സമയം കഴിഞ്ഞും ഗൗരിയെ കാണാത്തതുകൊണ്ട് ദീപ ഗൗരിയുടെ ഫോണിലേക്ക് വിളിച്ചു. എന്നാൽ ഫോൺ ബാഗിൽ വെച്ച് കാറിൻ്റെ ഡിക്കിയിലായതിനാൽ ഗൗരി കേട്ടില്ല. അവിടുന്ന് ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് എത്ര നേരമായി? എന്താ ഇവളെ കാണാത്തത്? ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. രവിയെ വിളിച്ച് എപ്പോഴാണ് അവൾ അവിടുന്ന് ഇറങ്ങിയെന്ന് ചോദിക്കാം എന്ന് വിചാരിച്ച് ദീപ രവിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു.
രവിയും രാമേട്ടനും ഭാനുവും ഗൗരിയുടെയും ദേവന്റെയും യാത്രയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ലിവിംഗ് റൂമിൽ ഇരിക്കുമ്പോഴാണ് ദീപ വിളിച്ചത്. ദീപ ചേച്ചിയാണല്ലോ എന്ന് പറഞ്ഞ് രവി കോൾ അറ്റൻഡ് ചെയ്തു. രവി, ഗൗരി അവിടുന്ന് എപ്പോഴാണ് ഇറങ്ങിയത്? അവരിറങ്ങിയിട്ട് കുറച്ചു നേരമായി ചേച്ചി. അവരോ? ആ, സാറും കൂടെ പോയിട്ടുണ്ട്. ദേവൻ ഗൗരിയുടെ കൂടെയാണോ പോയിരിക്കുന്നത്? അതെ ചേച്ചി. അവൾക്ക് അവിടെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് സാറും കൂടെ പോവാന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ എന്നെ വിളിച്ചില്ല. അവൾക്ക് വേണ്ടിയാ ഞാനിവിടെ കാത്തിരിക്കുന്നത്. അവൾ പോകുന്നത് ചേച്ചിയോട് പറഞ്ഞില്ലേ? പറഞ്ഞു. നിങ്ങളെല്ലാവരും അവളെ നാട്ടിൽ പോവാൻ നിർബന്ധിക്കുകയാണെന്നും അവൾക്ക് പോകാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് നാട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞ് ഇവിടെ വന്നിരിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ സമ്മതിക്കുകയും ചെയ്തു. ഇന്ന് അവളുടെ കൂടെ ഇവിടെ ഇരിക്കാമെന്ന് കരുതി ഞാൻ രാവിലെ ദേവനെ വിളിച്ച് ഓഫീസിലേക്ക് പോകുന്നില്ലെന്നും പറഞ്ഞു. അപ്പോഴേ ദേവൻ പറഞ്ഞു കുറച്ച് ദിവസം അവൻ ഓഫീസിലുണ്ടാകില്ലെന്ന്. എന്നാ ഗൗരിയുടെ കൂടെ പോവുമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ശരിയെന്നാ എന്ന് പറഞ്ഞ് ദീപ കോൾ കട്ട് ചെയ്തു. ഓഹോ, അപ്പം അതാണ് പോകാൻ മടിച്ചിരുന്ന ആൾ പെട്ടെന്ന് സന്തോഷത്തോടെ പോകാൻ തീരുമാനിച്ചത്. പാവ സാറ്. അവളുടെ സന്തോഷം കണ്ട് അവൾക്ക് ഇവിടുന്ന് പോവാൻ ഒരു സങ്കടവും ഇല്ലയെന്ന് പറഞ്ഞ് ഒരുപാട് വിഷമിച്ചു. രവി മനസ്സിലോർത്തു. വീണ്ടും അവൾ കാറിൽ മിണ്ടാതിരിക്കുന്നത് കണ്ട് ദേവൻ പറഞ്ഞു, നീ ഇങ്ങനെ സംസാരിക്കാതിരിക്കുമ്പോൾ വല്ലാതെ ബോറാകുന്നു. മഹേന്ദ്രത്തിലേക്ക് വന്നതിന് ശേഷം തമ്മിൽ കാണുമ്പോഴെല്ലാം വഴക്കിട്ടും തർക്കിച്ചും വായ അടയ്ക്കാതിരുന്ന ആളാണല്ലോ. ഇപ്പം നിനക്ക് എന്തു പറ്റി? അറിയില്ല. നമുക്ക് തിരിച്ചു പോവാൻ ദേവേട്ടാ. എനിക്ക് എവിടെയും പോണ്ട. എന്താ ഗൗരി നിനക്ക്? എന്തൊക്കെയോ നിന്റെ മനസ്സിലുണ്ടല്ലോ. ഒന്നുമില്ല, എനിക്ക് എവിടെയും പോകാൻ തോന്നുന്നില്ല, അതുകൊണ്ടാ, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ദേവൻ വഴിയരികിൽ കാർ നിർത്തി. നീ ഇപ്പം നേരിടാൻ പോകുന്നത് എന്ത് വലിയ പ്രശ്നമാണെങ്കിലും നിന്റെ കൂടെ ഞാനുണ്ടാകും. പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്തിനെങ്ങനെ ടെൻഷനാവുന്നത്? എനിക്ക് ടെൻഷനൊന്നുമില്ല എന്ന് പറഞ്ഞവൾ കണ്ണിൽ നിന്നൊഴുകി വന്ന കണ്ണുനീർ തുടച്ച് മുഖം തിരിഞ്ഞിരുന്നു. അവിടേക്ക് പോകുന്നതിൽ എന്തിനാ ഇവൾ ഇങ്ങനെ ടെൻഷനാവുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ദേവൻ കാർ എടുത്തു. കാർ ഒരു റെസ്റ്റോറൻറ്റിന് മുന്നിൽ കൊണ്ടുപോയി നിർത്തി. ഇറങ്ങ്, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. അവർ ഇറങ്ങി റെസ്റ്റോറൻറ്റിലേക്ക് കയറി കോർണറിലുള്ള ഒരു ടേബിളിന് ഇരുപുറവും അവർ ഇരുന്നു. ആ സമയത്ത് റെസ്റ്റോറൻറ്റിൽ അത്യാവശ്യത്തിന് തിരക്കുണ്ടായതിനാൽ മറ്റൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരുടെ അടുത്ത് വന്ന് ചോദിച്ചു, ഇഫ് യു ഡോണ്ട് മൈൻഡ് മേ വി സിറ്റ് ഹിയർ? ഷുവർ എന്ന് പറഞ്ഞ് ദേവനും ഗൗരിയും സൈഡിലേക്ക് നീങ്ങിയിരുന്നു. അവരവിടെ ഇരുന്ന് കഴിഞ്ഞ് ദേവനെയും ഗൗരിയെയും നോക്കി ചിരിച്ചു. എന്നിട്ട് അത്ഭുതത്തോടെ ഗൗരിയെ നോക്കി ചോദിച്ചു, ഗൗരിയല്ലേ? അവൾ മനസ്സിലായതുപോലെ അയാളെ നോക്കി ചിരിച്ചു. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നോ? അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. അയാൾക്ക് എങ്ങനെയാണ് അവരെ അറിയുക എന്നറിയാതെ ദേവൻ സംശയത്തോടെ ഗൗരിയെ നോക്കിയിരിക്കുമ്പോൾ അയാൾ പറഞ്ഞു, ജീവിതം എന്ന് പറയുമ്പോൾ പലപ്പോഴും പലതരം ക്രൈസസും അൺഎക്സ്പെക്റ്റഡ് ചലഞ്ചസും നിറഞ്ഞൊരു യാത്രയാ. സത്യത്തിൽ പ്രശ്നങ്ങളില്ലാത്തൊരു ലൈഫ് ഈ ലോകത്ത് ആർക്കെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലെന്നാണ് സത്യം. നമ്മൾ കാണുന്നതോ പുറമേ അറിയുന്നതോ അല്ല ഓരോരുത്തരുടെയും റിയൽ ലൈഫ്. ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ പല പ്രോബ്ലംസും ഫേസ് ചെയ്താ കടന്നു പോകുന്നത്. ആ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാൻ വയ്യാതെ ലൈഫ് തന്നെ അവസാനിപ്പിക്കാൻ നോക്കുന്നത് വലിയൊരു മണ്ടത്തരാ. എക്സ്ക്യൂസ് മീ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് യു, ദേവൻ പറഞ്ഞു. ഓ സോറി, ഐ ആം ഡെനിൽ ജേക്കബ് ആൻഡ് ദിസ് ഈസ് മൈ വൈഫ് എലിൻ. ഞാൻ ഗൗരിയെ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. അന്ന് ഗൗരി എൻ്റെ കാറിന് മുന്നിലാണ് ചാടിയത്. ഇപ്പം നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ദേവൻ അവരുടെ മുഖത്ത് നോക്കാൻ മടിയോടെ ഒരു ചമ്മിയെ ചിരി ചിരിച്ചു. ബോറടിപ്പിച്ചതല്ലാട്ടോ, ഇയാളെ കഥയ്ക്ക് ആവശ്യമുണ്ട്.